ഛത്തീസ്ഗഡിൽ നിന്ന് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. അവരുടെ മോചനത്തിന് വേണ്ടി കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മുന്നണികളും ബി.ജെ.പിയും ഒത്തൊരുമിച്ച് ശ്രമിച്ചതും ഒടുവിൽ അവർക്ക് കോടതി ജാമ്യം കൊടുത്ത് അവർ ജയിൽ വിമോചിതരായവരും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പലതവണ ചർച്ച ചെയ്തതാണ്. അതിലേക്ക് നയിച്ച സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, അവിടുത്തെ പോലീസിൻ്റെ സമീപനം, നാട് ഭരിക്കുന്ന ബി.ജെ.പി സർക്കാരിൻ്റെ സമീപനം, അതുപോലെ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ, അമിത്ഷായുടെ ഇടപെടൽ, നരേന്ദ്രമോദിയുടെ ഇടപെടൽ, കോൺഗ്രസിൻ്റെ ഡെലിഗേഷൻ ഛത്തീസ്ഗഡിൽ പോയത്, അതുപോലെ LDFിൻ്റെ നേതാക്കന്മാർ വൃന്ദ കാരാട്ട് മുതൽക്ക് ഡബിൾ റഹീം വരെയുള്ള നേതാക്കൾ പോയത്, അവർ കന്യാസ്ത്രീകളെ കണ്ട് ആശ്വസിപ്പിച്ചു. ഒടുവിൽ സർവം ശുഭം മംഗളമായി കന്യാസ്ത്രീകൾ പുറത്തിറങ്ങി വന്നത് ഒക്കെ കണ്ടതാണ്. ചില വൈദികന്മാർ തിരുവനന്തപുരത്ത് ബി.ജെ.പി ഓഫീസിൽ ചെന്ന് രാജീവ് ചന്ദ്രശേഖരൻ കണ്ട് നന്ദി അറിയിക്കുന്നവരെ നമ്മൾ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ കാര്യമാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ KN റസൽ, അദ്ദേഹം ഈ പെന്തിക്കോസ്ത് വിവാദത്തിൽപ്പെട്ട ഒരാളാണ്, ഒരു ബുദ്ധിജീവിയാണ്. അതുപോലെ ക്രൈസ്തവ ചിന്ത എന്നൊരു പ്രസിദ്ധീകരണത്തിൻ്റെ പ്രധാന നടത്തിപ്പുകാരനും പത്രാധിപനുമാണ്. അദ്ദേഹം തിരുവിതാംകൂറുകാരനാണ്. പാറശാലയോ നെയ്യാറ്റിൻകരയോ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമെങ്കിലും പുള്ളി താമസിക്കുന്നത് അങ്കമാലിക്കടുത്ത് കാലടിയിലാണ്. എനിക്ക് വളരെ കാലമായിട്ട് പരിചയമുള്ളൊരു സുഹൃത്താണ്, ആശയവിനിമയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആദർശങ്ങളൊക്കെ എനിക്കറിയാം. അദ്ദേഹം ഇടതുപക്ഷത്തോട് ചായ്വുള്ള ആളാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അത്ര തന്നെ ചായ്വില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം ബി.ജെ.പിക്ക് തീർച്ചയായിട്ടും എതിരാണ്. പെന്തിക്കോസ്തുകാർ പൊതുവെ ബി.ജെ.പിക്ക് എതിരാണ്. അതിന് വേറെ കാരണങ്ങളുണ്ട്. ഈ തിരുവല്ലയിലും ചെങ്ങന്നൂരും മാവേലിക്കരൊക്കെ ഒരു കാലത്ത് ഈ ചില ഉപദേശിമാർ ഹിന്ദു ദേവീദേവന്മാരെ ആക്ഷേപിച്ച് പ്രസംഗിക്കുന്ന പരിപാടിയുണ്ട്. അത് കേട്ട് രോഷാകുലരായിട്ട് RSSകാർ ഈ ഉപദേശികളെ പിടിച്ച് ഇടിവെച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അന്ന് DYFIക്കാരാണ്, അതുപോലെ CPMകാരാണ് ഉപദേശികൾക്ക് പിന്തുണയായിട്ട് വന്നത്. അവർ ഇടികൊള്ളാതെ രക്ഷപ്പെടുത്തിയിട്ടില്ല. അന്ന് മുതൽക്ക് ഈ പെന്തിക്കോസ്തുകാരുടെ പിന്തുണ രാഷ്ട്രീയമായിട്ട് പലപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് LDFനാണ്. ഇപ്പോൾ സമീപകാലം വരെ കിട്ടിയിരുന്നു, ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും റസലും ഏതാണ്ട് ഈ അഭിപ്രായക്കാരനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പഴയ പോലെ LDFനോട് ചായ്വുള്ള ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുവാട്ടെ. അപ്പോൾ ഈ ക്രൈസ്തവ ചിന്തയിൽ കൂടി ശ്രീ റസൽ മുന്നോട്ട് വെച്ച ഒരാശയം, അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. റസൽ ചോദിക്കുന്നത്, ഇവിടെ 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ബി.ജെ.പി എല്ലാവരും ബിലാസ്പൂരിലേക്ക് ഓടിയെത്തുകയും ഇവരുടെ മോചനത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുകയും കേന്ദ്രമന്ത്രി അമിത്ഷായെ വരെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. പത്രങ്ങളൊക്കെ വലിയ അക്ഷരത്തിൽ വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി ഒക്കെ നിരത്തി. ഈ രാജസ്ഥാനിൽ പെന്തിക്കോസ്തുകാരനായ ഒരു ഉപദേശി അല്ലെങ്കിൽ ഒരു പാസ്റ്റർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജയിൽവാസം അനുഭവിക്കും. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചാർജും ഇത് തന്നെയാണ്. ഈ LDFകാരാവട്ടെ, UDFകാരാവട്ടെ, ബി.ജെ.പിക്കാരാവട്ടെ, അല്ലെങ്കിൽ മാധ്യമങ്ങളാവട്ടെ, ആരും രാജസ്ഥാനിലേക്ക് പോയോ പാസ്റ്ററുടെ മോചനത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുകയോ ചെയ്തില്ല. റസൽ പറയുന്നത് അതും പോട്ടെ, ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുണ്ടല്ലോ, കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, മാർത്തോമ സഭ മുതലായ വ്യവസ്ഥാപിത സഭകൾ, ഈ സഭകളൊന്നും തന്നെ പാസ്റ്റർക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. കന്യാസ്ത്രീക്ക് വേണ്ടി നെഞ്ചത്തിടി നിലവിളി നടത്തിയ ആളുകൾ ആരെയും പാസ്റ്ററുടെ കാര്യത്തിൽ കാണാനുമില്ല, കേൾക്കാനുമില്ല. ഇത് ഇരട്ടത്താപ്പല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒറ്റ കേൾവിയിൽ ശരിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, വ്യവസ്ഥാപിത ക്രൈസ്തവ സഭകളുമായിട്ട് പെന്തിക്കോസ്തുകാർക്ക് പല കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, മറിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സഭകൾക്ക് ആർക്കും തന്നെ പെന്തിക്കോസ്തുകാരെ ഇഷ്ടമല്ല. അതുകൊണ്ടൊരു പാസ്റ്ററെ അറസ്റ്റ് ചെയ്താൽ അത് സാരമില്ല, പുള്ളി കുറച്ച് ദിവസം കിടക്കട്ടെ എന്ന ചിന്താഗതിയാണ് ഈ കത്തോലിക്ക മത മേലധ്യക്ഷന്മാർക്കും മറ്റ് സഭാ മേലധികാരികൾക്കും ഉള്ളത് എന്നുള്ളതാണ്. അതിൽ കുറച്ച് ശരിയുടെ ഒരു അംശമുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഈ വ്യവസ്ഥാപിത സഭകളും പെന്തിക്കോസ്തുകാരും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവർ ശരിയായ അർത്ഥത്തിൽ പ്രൊട്ടസ്റ്റൻ്റുകാരാണ്. പെന്തിക്കോസ്ത് എന്ന് പറയുന്നത് ഒറ്റ വിഭാഗമല്ല, നിരവധി വിഭാഗങ്ങൾ ചേർന്നാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അവർ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്, അമ്പെഴുന്നള്ളിപ്പിന്, അല്ലെങ്കിൽ അതുപോലുള്ള ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരല്ല. അവർക്ക് പുരോഹിതന്മാരില്ല.
പൗരോഹിത്യ സഭയല്ല, ഉപദേശികൾ മാത്രമേ ഉള്ളൂ. അതിന് ബിഷപ്പുമാരില്ല, അല്ലെങ്കിൽ കർദിനാൾമാരില്ല, മാർപ്പാപ്പയുമില്ല, കുമ്പസാരമില്ല. അവർ കുമ്പസാരിക്കുന്നത് ദൈവത്തോടാണ്. അപ്പോൾ ഇങ്ങനെ വിശ്വാസപരമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇവരുടെ പള്ളികളിലോ പ്രയർ ഹാളുകളിലോ ദൈവത്തിൻ്റെ ഒരു രൂപവുമില്ല, യേശുവിൻ്റെ പടവുമില്ല, ആ കുരിശിൽ കിടക്കുന്ന കർത്താവിൻ്റെ രൂപവുമില്ല. അപ്പോൾ ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായ ആ ഒരു നയ സമീപനം വച്ച് പുലർത്തുന്ന ആളുകളാണ് പെന്തിക്കോസ്തുകാരെന്നുള്ളതുകൊണ്ട് അവരോട് വ്യവസ്ഥാപിത സഭകൾക്ക് യാതൊരു താല്പര്യവുമില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് മാത്രമല്ല, എന്തുകൊണ്ട് രാഷ്ട്രീയക്കാരെ ഇടപെടുന്നില്ല എന്നുള്ള വിഷയമില്ല. ഒരു പെന്തിക്കോസ്തുകാരനായ ആൻഡോ ആൻ്റണി ഇടപെട്ടില്ല. ശരിക്കും പെന്തിക്കോസ്തുകാരനായിട്ടുള്ള മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി പോലും ഈ രാജസ്ഥാനിൽ തടവിൽ കിടക്കുന്ന പാസ്റ്റർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പെന്തിക്കോസ്ത് ഒരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ളതാണ്. കത്തോലിക്ക സഭയോ ഓർത്തഡോക്സ് സഭയോ യാക്കോബായ സഭയൊക്കെ വോട്ട് ബാങ്കാണ്. അവരുടെ മതമേലധ്യക്ഷന്മാർ പറയുന്നത് കേട്ടിട്ട് അവർ വോട്ട് ചെയ്യും. ഇവിടെ ഇത് വ്യവസ്ഥാപിത സഭ അല്ലാത്തതുകൊണ്ട് പല പല ഗ്രൂപ്പുകളാണ്. ചർച്ച് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ഇന്ത്യൻ പെന്തിക്കോസ്ത്, സിലോൺ പെന്തിക്കോസ്ത്, ബ്രദർ മിഷൻ, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ പൊതുവേ പറയുന്ന പേരാണ് പെന്തിക്കോസ്ത്. അപ്പോൾ ഈ വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ ഐക്യമില്ല. സഭയ്ക്കകത്ത് ചെറിയ ചെറിയ ഗ്രൂപ്പാണെങ്കിൽ അതിൻ്റെ അകത്തും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡില്ല, ഏകാഭിപ്രായക്കാരല്ല. അതിലുപരിയായിട്ട് ഇവർ സംഘടിത ശക്തിയോ സംഘടിത വോട്ട് ബാങ്കോ അല്ല. വോട്ട് ബാങ്കായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇവിടെ നിന്ന് മാർക്സിസ്റ്റുകാരും CPIക്കാരും കോൺഗ്രസ്സുകാരും BJPക്കാരും ലീഗുകാരും എല്ലാവരും കൂടി രാജസ്ഥാനിൽ ചെന്ന് പാസ്റ്ററെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇവിടെ പറ്റിയിട്ടുള്ള ഇതാണ്. വോട്ട് ബാങ്കല്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൊന്നും ഇടല്ലേ, മറിച്ചാണ് കരയാത്ത കുഞ്ഞിന് പാലില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് പെന്തിക്കോസ്തുകാരായ പാസ്റ്റർമാർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ, അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഇവിടെ ആരുമില്ല. അവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഇത്രയുള്ള കാര്യം. ഈ കാര്യം KN റസലിന് അറിയാത്തണോ എന്ന് എനിക്കറിയില്ല. അത് ദൈവശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ആശയപരമല്ല, ആമാശയപരമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഉദാസീനത എന്ന കാര്യം അല്പം ഒന്ന് ആലോചിച്ചാൽ ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് പെന്തിക്കോസ്തുകാർക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ അവർ സംഘടിതരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറയുന്നത് ഇവർക്ക് ബാധകമാണ്. ഈ വിദ്യ എന്നുള്ളത് നാരായണ ഗുരു ഉദ്ദേശാർത്ഥത്തിലല്ല, വിദ്യ അഭ്യാസം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള അഭ്യാസമെല്ലാം ആർജിക്കാത്തിടത്തോളം കാലം പെന്തിക്കോസ്തുകാർക്ക് ഒരു രക്ഷയില്ല. ആ ഒരു വോട്ട് ബാങ്കല്ല, വോട്ട് ബേസ് അല്ല. കൃത്യമായിട്ട് വോട്ട് ഏതെങ്കിലും ഒരു മുന്നണിക്ക് കൊടുക്കുകയോ മാറ്റി കൊടുക്കുകയോ ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന് തോന്നലുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളെ മാനിക്കും, നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അവർ പങ്കുചേരും. അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്താൻ, നിങ്ങളെ പങ്കുചേർക്കാനായിട്ട് പരമാവധി ശ്രമിക്കുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട. സ്തോത്രം കർത്താവേ, സ്തോത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.